Hiba. Welcome to a new day of my life. So this video is a weekend vlog. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വിത്തിൻ എൻ്റെ സൺഡേയും അതുപോലെ സാറ്റർഡേ ആണ്. അപ്പോൾ എല്ലാ സാറ്റർഡേ ഇങ്ങനെയാണ്, എല്ലാ സൺഡേ ഇങ്ങനെ ആവില്ല. പക്ഷേ ഇൻ ദിസ് വീക്കെൻഡ് എങ്ങനെയാണോ അതാണ് ഞാൻ ജസ്റ്റ് ക്ലിപ്സൊക്കെ എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ആദ്യം തന്നെ പോയി ഷോപ്പിങ്ങിനാണ്. കാരണം നാളെ സൺഡേ ആണ്. അപ്പോൾ പിന്നെ ലേറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു. കാരണം റൂമൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും പിന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ അവിടെ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നേരെ ഗ്രോസറി അടിക്കാൻ വേണ്ടി പോയി. ഗ്രോസറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഇൻഡോമി എടുത്തിടും. കാരണം ബാസ്ക്കറ്റിൽ എന്തായാലും ഇൻഡോമി കിടക്കും. ഒരു ഷോപ്പിങ്ങിന് പോയാൽ അത് അങ്ങനെയാണ്. അങ്ങനെ പിന്നെ അതും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നേരെ റൂമൊക്കെ എത്തിയപ്പോൾ ഒരു ലോഡ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം സൺഡേ ആണ് ഞാൻ ഓർഗനൈസ് ചെയ്യലും ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ. കാരണം എല്ലാ ദിവസവും ഡ്രസ്സ് ഞാൻ അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ മടക്കി വെക്കും, അല്ലാത്തതൊക്കെ ഞാൻ ഇതുപോലെ ബെഡ് കൊടുത്തിട്ടല്ലാണ്. അപ്പോൾ അതൊക്കെ കുറേ ചെയ്യാണ്ട്. ബെഡ് കൊടുത്തിട്ടല്ല, എൻ്റെ ബെഡിന് താഴെ സ്പേസ് ഉണ്ട്, അവിടെ വെക്കലാണ്. പിന്നെ എല്ലാം കൂടെ സൺഡേ മടക്കി വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ എനിക്കെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ടൈം കിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ റൂം വൃത്തികേടായി കിടക്കില്ല. കാരണം നമ്മൾ ആ സ്പേസിൽ ഫോൾഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ വെക്കണതുകൊണ്ട് തന്നെ ആ ഒരു സീൻ വരില്ല. പിന്നെ ഞാൻ കാലിക്കറ്റ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണെന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് ആയിട്ടും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എവിടേക്കാണ് പോകണമെന്നൊരു ഐഡിയ ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. ഹൈലൈറ്റ് പോകണോ എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം ബാഗ് പാക്ക് ചെയ്യാൻ നിന്ന്. കാരണം എനിക്കിഷ്ടമുള്ള കാര്യം അതാണ്. എനിക്ക് എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എവിടേക്കെങ്കിലും പോകാറാകുമ്പോൾ ഞാൻ ഒരു ബാഗ് ലവറാണ്. എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാഗ് ആൻഡ് ആക്സസറീസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ബാഗ് കാര്യങ്ങൾ പാക്ക് ചെയ്യണം. സോ വാട്ട്സ് മൈ ബാഗ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ ഒരു ബാഗിൻ്റെ ലിങ്ക് ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ. ഈ ഒരു ബാഗ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് ഭയങ്കര അഫോർഡബിളാണ് കേട്ടോ. പിന്നെ അതിനുശേഷം കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം. കുളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ ഓയിൽ യൂസ് ചെയ്യാറ് സൺഡേ മാത്രമാണ്. ഈ ഒരു ഓയിൽ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്കിതിന് പേരറിയില്ല. ആൻഡ് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ മാറും. ബട്ട് ഡെയിലി യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കതിന് കറക്റ്റ് അറിയില്ല. ബട്ട് എനിക്ക് ഞാൻ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം സ്കിൻ കെയർ എന്ന് പറയാൻ വേണ്ടി ഞാൻ ചെയ്യലുണ്ട്. ബട്ട് എല്ലാ ഡേയ്സൊന്നും ചെയ്യൂല. സൺഡേ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ സ്കിൻ കെയർ റൊട്ടീൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഐ വിൽ ഡു. പിന്നെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ മെയിൻ ടാസ്ക്കാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്താ വെച്ചാൽ ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല, ഞാൻ ഇടണമൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് മെയിൻ. എടുക്കുന്നത് ഞാൻ തന്നെയാണ്, പക്ഷെ ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പം അതാണ് മെയിൻ സീന്. അപ്പം ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നു. ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലഞ്ച് കഴിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. വിശപ്പില്ലാത്തതുകൊണ്ട് പിന്നെ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള റൈഡ് ഇപ്പോഴും ഇല്ലായിരുന്നു. കാലിക്കറ്റ് പോവുക, എവിടേക്കെങ്കിലൊക്കെ പോകാമെന്നുള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന്
പ്ലാൻ മാറ്റി നമുക്ക് SM പോയാലാണ് വിചാരിച്ചത്. അപ്പോൾ SM സ്ട്രീറ്റ് കുറേ ആയിട്ടുണ്ടായിരുന്നു പോയിട്ട്, ഞാൻ കുറേ മുന്നേ പോയതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ വെച്ചിട്ട് പോകും. പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് മഴയത്ത് സത്യം പറഞ്ഞാൽ SM സ്ട്രീറ്റ് പോകാത്തതാണ് നല്ലത്. ഒന്നാമത് ഫുൾ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് മഴ നല്ല കൊള്ളും, അതുകൊണ്ട് അത് സെറ്റാവില്ല. അപ്പോൾ ഒരു കയ്യിലൊരു കുടയൊക്കെ പിടിച്ചിട്ട്, സത്യം പറഞ്ഞാൽ എൻ്റെ പാൻറ്റും ലൈക്ക് എൻ്റെ കോസ്റ്റ്യൂമിന് ഒത്ത് ഒരു അംബ്രല്ലായിരുന്നു അതുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു കളർ ലൈക്ക് ഗ്രീൻ ഔട്ട്ഫിറ്റായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറേ ടോപ്സും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ ടോപ്പ് മാൾ കയറിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കിട്ടിയപ്പോൾ ഞാൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടൊന്ന് മേടിച്ചു. അങ്ങനെ പിന്നെ അവിടുന്ന് ഷോപ്പിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ മുഴുവനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് വിട്ടു പോയി. ഇപ്പം ഇന്നത്തെ വീഡിയോ തരാം. ബൈ.